ചേച്ചി മോശം എന്നാലും ഞാൻ ഏയ് അതൊന്നും കുഴപ്പമില്ലടി, സിദ്ധാർത്ഥല്ലേ, അവൻ ഇനി ആരോടും ഇത് പറഞ്ഞു നടക്കൊന്നുമില്ല. പക്ഷേ അവൻ അർജുനോട് പറയാൻ ചാൻസ് ഉണ്ട്. അവനറിഞ്ഞാ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലായിടത്തും അമ്മമാര് പറഞ്ഞു നടക്കും. ഇപ്പൊ സാരില്ല, എന്തായാലും അവളെ അടയ്ക്കാൻ പോവല്ലേ. എന്നാലും എനിക്ക് സിദ്ധാർത്ഥിനെ തന്നെ നോക്കിയാൽ മതിയായിരുന്നു. എന്തോരം തിന്നാൻ കിട്ടുമായിരുന്നു, ഞാൻ മിസ്സാക്കി. അതേ മോളെ, പൊക്കോ സിദ്ധു എന്റെ ഇനിയിപ്പോ അവനെ ഞാൻ ഒന്നാമത് സോപ്പിട്ട് വെച്ചേക്കാം. പിന്നെ ഇജാതി ഒരു പൊട്ടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നീ കാരണം ആദ്യമായിട്ട് എനിക്ക് ഇന്നൊരു ഉപകാരം ഉണ്ടായത്. എന്തെന്ന്? അത് പിന്നെ ഞാനും ദേവിട്ടി സെറ്റായി. എന്തെന്നാ പോടാന്ന്? ആഹാ, നല്ല ബെസ്റ്റ് ആളായാലോ കിട്ടിയേക്കണേ. വെറുതെ എന്നെ തള്ളി മറക്കില്ല കേട്ടോ. വിശ്വാസം വന്നില്ല? നിങ്ങളാണെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്, എല്ലാം സത്യമാണോന്ന്. വെയിറ്റ്, ഞാനിപ്പോ തന്നെ പോയി ചോദിച്ചിട്ട് വരാം. അതല്ല, അങ്ങനെ പോയി ചോദിക്കില്ല ഇപ്പൊ. അതന്നെ, നീയല്ലേ ഇപ്പൊ പറഞ്ഞേ നിങ്ങൾ സെറ്റായെന്ന്. സെറ്റായെന്നേ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞുല്ലോ. ആണ്, പക്ഷെ സെറ്റായിട്ടില്ല. അവൾ എന്റെ വഴിക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. എന്തോ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണെങ്കി. അത് തന്നെ, ഒന്നും നടക്കാണ്ട് നീ ഇങ്ങനെ ഒന്നും പറയത്തില്ലല്ലോ. നീ ഇനി അർജുനെ പോലെ എന്തെങ്കിലും കാണിച്ച് കൂട്ടി കാണുമായിരിക്കൂലേ? ഹേയ്, നോ, ഞാൻ ഇവന്റെ അത്ര ചെറ്റയല്ല. നീ ആരാടാ ചെറ്റ? നിന്നെ തന്നെയാ മോനെ ഉദ്ദേശിച്ചേ. ആ കൊച്ച്, അതിനെ കാണുമ്പോ എനിക്ക് ദാരിദ്ര്യ തോന്നുന്നത്. ദരിദ്ര? സോറി, ഐ മീൻ പാവമാണ് എനിക്ക് ആ കൊച്ചിനെ കാണുമ്പോ തോന്നണത്. പാവയാ? എന്തോന്നൊക്കെ പറയണേ? പാവയല്ലട പൊട്ട, പാവം. രണ്ടെണ്ണം ചെവി കേൾക്കൂലാണ്ട് നടക്കുക. ഓ അങ്ങനെ, എന്നാ പിന്നെ തെളിച്ച് പറയണ്ടേ? ഓ അത് തന്നെ, ആദ്യം പോയി നീ നാക്കടിക്കാൻ നോക്ക്, എന്നിട്ട് ഞങ്ങളുടെ ചെവിനെ കുറ്റം പറയാൻ വന്നാൽ മതി. ഓ അതൊക്കെ പോട്ട്, എന്താ ദേവികയായിട്ട് ഉണ്ടായെന്ന് പറ. എന്റെ ദേവട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്തുവാ? അവക്കെന്നെ ഇഷ്ടായെന്ന്. എന്ത്? എടാ ചെറുക്ക, ഇതൊക്കെ എപ്പ നടന്ന്? Oh, you two dating peoples. She said, I like your shirt. That's what I'm talking about. Oh, sorry, my mistake. അല്ല, അതിനെന്തേ ടീഷർട്ട് അല്ലേ ഇട്ടേക്കുന്നേ, ഷർട്ട് അല്ലല്ലോ? That's what I'm thinking. അത് പിന്നെ എന്റെ സൗന്ദര്യത്തിൽ മുഴുകിപ്പോണ്ട് ഷർട്ടാണോ ടീഷർട്ടാണോ ഇട്ടേക്കണെന്ന് അവൾ നോക്കിയില്ല. പിന്നെ ഒരു ടീയുടെ കുഴപ്പമല്ലേ ഉള്ളൂ. അതെ, ജസ്റ്റ് ഒരു ടീ. ഇപ്പളാ ഓർത്തേ, നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? യാ ഞാനും ചിന്തിക്കുന്നു. പക്ഷെ എൻ്റെ 10 പൈസ ഇല്ല, ഉള്ളതൊക്കെ അതിന് മുണങ്ങാൻ വേണ്ടി കൊടുത്തു. അപ്പുക്കുട്ടാ, നിന്റെയില്ലേടാ? ഓ സോറി ഗൈസ്, ഡാഡി എനിക്കിപ്പോ വീട്ടിൽ നിന്ന് 10 പൈസ തരാറില്ല. So sad, but why? Because I do nothing at home, just eating and sleeping. That's why. And he said, if you want money, just go beg. How cruel. My dad is better than yours, I think. Why? ബിക്കോസ് എൻ്റെ അച്ഛൻ പറഞ്ഞാൽ വല്ല പണിക്കും പോകാനാണ്, പക്ഷെ ഇവൻ്റെ അച്ഛനോട് പോയി തെണ്ടാൻ പറഞ്ഞു. ദാറ്റ്സ് എ ഡിഫറൻസ്. അയ്യോ, സമയം വൈകി, ആലിസിന്റെ അടുത്ത് പോകണം. നിനക്ക് ഇതല്ലാണ്ട് വേറെ ഒരു പണിയില്ലല്ലേ? അയ്യ, ആരെ പറയണേ? എന്താടാ എനിക്ക് കുഴപ്പം? എനിക്ക് ഋതുവിനെ കാണാനും പോണം. ഓഹോ, അത്രമാത്രമൊക്കെ എത്തിയോ? പെണ്ണല്ല, അവൻ വീട്ടിലൊക്കെ പറഞ്ഞു എന്ന്. എടാ, ഇനി നിങ്ങൾ സെറ്റായിട്ട് ആകെ 2 ദിവസമല്ലേ ഉള്ളൂ. അതിന് തന്നെ അവന് 2 ദിവസത്തിന്റെ പോലും ആവശ്യമില്ല, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം സെറ്റാക്കി. ഒന്ന് വരുന്നുണ്ടോ? ആലിസ് അവളെ നോക്കിയേക്കായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ വായിക്കണ കേൾക്കേണ്ടി വരും. ഓ, അവളൊക്കെ നിന്നെ ചീത്ത പറയും. എൻ്റെ ഋതു ഭയങ്കര പാവ, എന്നെ ഒന്നും പറയില്ല. ആരാ? അവളല്ലേ, പഠിച്ചോളും. എടാ, അവൾ നിങ്ങൾ കാണുന്ന പോലെ അല്ല അവള്. അവളുടെ ഉള്ളില് വേറെന്തോ ആണ്. അവളുടെ ഉള്ളില് ഭയങ്കര സോഫ്റ്റ് ആണ്, എന്ത് കെയറിങ് ആണെന്നറിയൂ. ഉള്ളിലാ? അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, അതാ അവൾ എനിക്ക് കാണിച്ചു തന്നെ. അയ്യേ, എന്താ പൊട്ടന്മാരെ, ഐ മീൻ അവളുടെ സ്നേഹം, അത് കാണിച്ചു തന്നൂന്നാ. അല്ല, അങ്ങനെ പറ. പറയാൻ പറ്റില്ല, നീയല്ലേ ആള്, അതൊക്കെ പണ്ടേ നടന്നുണ്ടാവും. പക്ഷെ എല്ലാരും പോലെ അല്ല അവള് കുറച്ച് ഡിഫറെന്റ് ആണ് മോനെ, നടക്കൂല. പിന്നെയില്ലേ, ഇന്ന് ദേവിക എന്നോടൊരു കാര്യം പറഞ്ഞു. എന്തുവാ? സിദ്ധുവിന്റെ ഫ്യൂച്ചർ വൈഫ് എന്തിലൊക്കെ ഇത്രയും കെയറിങ് ഉള്ള ഫാമിലി ആയിട്ടല്ലേ വരുന്നത്, പിന്നെ സിദ്ധുവിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നോ വേ, അവളിങ്ങനെ പറയാൻ. ഞാൻ നോക്കാനിരുന്ന കൊച്ചായിരുന്നു, ഞാൻ എന്തായാലും നന്നായി. അവൾക്ക് തലച്ചോറില്ലാന്ന് മനസ്സിലായി. പോടാ ഒന്ന്. ദേവുട്ടി ഈസ് മൈൻ, ഒൺലി മൈൻ. അന്ന് എല്ലാരും പൊക്കോ, എനിക്ക് അനാമികയുടെ കൂടെ ഒരു ഡേറ്റ് ഉണ്ട്. അയ്യേ, അവളാ? വേറെ ആരെയും കിട്ടിയില്ല നിനക്ക്? എടാ, അവക്ക് കോളേജിൽ നിറച്ചും ബോയ് ഫ്രണ്ട്സാ. നീ അതിന്റെ കൂടെ ഒന്നും പോവാൻ നിൽക്കരുത്, പിന്നെ നാണക്കേട് വന്ന മാറില്ല. വേണ്ടാട്ട മോനെ, വേണ്ട. ഒന്നാമത് നിനക്ക് ഈ കോളേജിൽ നല്ല പേരാ, അതുകൊണ്ട് കൂടെ പറയാ. എന്റെ പൊന്നോ, ആരെ പറയണേ? എന്താടാ അവന് കുഴപ്പം? നിങ്ങൾക്കൊക്കെ ലൈനുണ്ട്, എനിക്ക് മാത്രം ആരുമില്ല. അതിന് ഞങ്ങൾ എന്താ ചെയ്തേ? എടാ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളെ ഫോക്കസ് ചെയ്യണം, അല്ലാണ്ട് എല്ലാവരെയും നോക്കാൻ നിന്നാ പണി കിട്ടും. അത് തന്നെ, എനിക്ക് ദേവുട്ടി മാത്രമേ ഉള്ളൂ. കുറെ നേരെ അവനും അവന്റെ ദേവുട്ടിയും. ഒന്ന് നിർത്താവോ? എന്റെ ദേവുട്ടിനെ പറഞ്ഞുണ്ടല്ലോ കൊല്ലും ഞാൻ. ഒന്ന് നിർത്തോ?
കിട്ടി ഗായ്സ്, എനിക്ക് ഓറഞ്ച് വേണം. എവിനെ നീ മഞ്ഞെടുത്തോ, എനിക്ക് റെഡ് വേണം. ഓരോ ഓറഞ്ചേ ഉണ്ടായുള്ളൂ. അവിടെ ഓറഞ്ച് ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരെണ്ണം മേടിച്ചുള്ളൂ. സിദ്ധു, യെസ്. താങ്ക് യുടാ. എന്തിനാടി? അല്ല സിദ്ധു, നീ പഴംപൊരിയും പരിപ്പടം മേടിച്ചെന്നല്ലേ, അതാ. അതിന് നിന്നോടാണോ ചോദിച്ചത്, അവളോടല്ലേ? ആ, അത് അപ്പോട്ട് അവൻ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്താ വിളിച്ചേ? ഓ, സോറി, ഞാൻ അവനെ വിളിക്കാൻ പാടായിരുന്നു. ഹേയ്, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. എന്നോട് ക്ലോസ് ആയിക്കണ ആൾക്കാരെന്നെ അങ്ങനെ വിളിക്കുക. അതുകൊണ്ട് നീ എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. എന്നാലും സോറി, ഞാൻ നിന്റെ പെർമിഷൻ ഇല്ലാണ്ടല്ല നിന്നെ അങ്ങനെ വിളിച്ചത്. കുഴപ്പമില്ലടി, നീ അങ്ങനെ വിളിച്ചോ. നിനക്ക് സിപ്പപ്പ് ആണോ? എന്നാ എടുത്തോ. ഓ, താങ്ക് യു അപ്പു. യു ലുക്ക് മോർ ഹാൻസം ടുഡേ. ദേവുട്ടി, നീ എടുത്തോ. എനിക്കറിയാം ഓറഞ്ച് നിന്റെ ഫേവറേറ്റ് ആണെന്ന്. എടുത്തോ. ഓ, താങ്ക് യു സിദ്ധു. എന്ത് കെയറിങ്ങാ നീ. ഐ ലൈക്ക് യു. വിത്ത് പ്ലഷർ ദേവുട്ടി. ഇത് നിനക്ക് വേണ്ടിയല്ലേ ചെയ്യണ്ടേ? ചക്കരി, എന്നാ നീയും എടുത്തോ. എന്തുവാടാ, എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടമല്ല, നിനക്ക് അറിയില്ലേ? നീ എൻ്റെ മനഃപൂർവ്വം അങ്ങനെ മേടിച്ചല്ലേ? കടയിൽ ഉണ്ടായിരുന്നല്ലേടി, എനിക്ക് മേടിക്കാൻ പറ്റുമോ? സോറി, ഞാൻ നിനക്ക് വേറെ മേടിച്ച് തരാം ഫ്ലേവർ ഉള്ളത്. ആ, പിന്നെ എന്നെ ഒന്നും കൊണ്ടാക്കത്തില്ലേ ഹോസ്റ്റലിലേക്ക്? അപ്പോൾ ഇത് ഇതുങ്ങളെ കൂടെ കൊണ്ടുവരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഋതുവിനെ ഞാൻ കൊണ്ടാക്കിക്കോളാം. ദേവുവിനെ ഞാനും. അതൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ തന്നെ പോയിക്കോളാം. അതെന്നാ? അത് ഞാൻ വേറെ അടുത്തേക്കാ പോണത്. എൻ്റെ വീട്ടിലാരുമില്ല, അപ്പം ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലിട്ടാ പോകുന്നത്. അവിടേക്ക് ഞാൻ കൊണ്ടുവന്നാക്കി തരാന്നേ. അത് പറ്റില്ല, അത് ഒരുപാട് ദൂരെയാണ്. നീ ഒരുപാട് വൈകും തിരിച്ച് നീ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും. പിന്നെ ആ വഴിയൊന്നും നിനക്ക് അറിയില്ലായിരിക്കും. അയ്യോ, അപ്പൊ നീ എങ്ങനെയാ തന്നെ അത്രയും ദൂരെ പോവാ? നീ വേണമെങ്കിൽ എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തോ. പറ്റില്ല. നീ പൊടി പോലെ, അവിടെ ആരും ഞാൻ തീരുമാനിച്ചോളാം. നീ ഇടപെടാൻ വരേണ്ട ആവശ്യമില്ല. ദേവുട്ടി, ഷട്ടപ്പ്. ഓക്കെ സിദ്ധു. എന്നാടാ? ഞാൻ പറഞ്ഞവളനുസരിച്ച്. സത്യം പറയാ, നിനക്ക് എന്റെ കൂടെ വരാൻ പേടിയല്ലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കള്ളം പറയുന്നേ? അതല്ല, വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതും ഇതും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. വീട്ടിലാരെയും ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ ഞാൻ. വാട്ട്? നീ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞില്ല? സോ സാഡ്. ഞാൻ നേരത്തെ പറഞ്ഞു വീട്ടില്. അമ്മയച്ഛൻ നമ്മുടെ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങി. അല്ല, ഇത്ര പെട്ടെന്ന് വീട്ടിൽ പറയണമായിരുന്നോ? 2 ദിവസം മൊത്തം ആയിട്ടില്ലല്ലോ, അതിന് മുന്നേ പറഞ്ഞോ? ഞാനൊന്ന് തന്നെ പറഞ്ഞു. നിന്റെ വീട്ടിട്ട് കാണാൻ വരുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു. അയ്യോ വേണ്ട. അത്ര വരെയൊക്കെ എത്തിയില്ലേ? ബിരിയാണിയാണോ അതോ സദ്യയോ? ചെറുക്കന്റെ വീട്ടിലല്ലേ ബിരിയാണി ഉണ്ടാവും, പെണ്ണിന്റെ വീട്ടിൽ സദ്യയും. എടി, എന്നാൽ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നില്ല, ഞാൻ എൻ്റെ അടുത്തേക്ക് പോക്കോളാം. അത് ശരിയാണ്, അവള് നമ്മുടെ ഫ്രണ്ട് അല്ലേ. ആദ്യം അവളുടെ അടുത്ത് പോയി കഴിച്ചേച്ച് നമുക്ക് ഇവൻ്റെ അടുത്ത് പോവാനേ. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ ശല്യങ്ങള്. എന്നാ പറ്റിയറുതു? എൻ്റെ പൊന്നർച്ചനെ, ദൈവത്തെ ഓർത്ത് വീട്ടുകാരെ ഒന്നും വിളിച്ചോണ്ട് വന്നേക്കരുത്. അതെന്നാ? അതെനിക്കിപ്പോൾ താല്പര്യമില്ല. കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട്. എത്ര നാള്? 10-20 കൊല്ലം. 10-20 കൊല്ലോ? അപ്പോൾ അത് പേഴ്സണലി എനിക്ക് കല്യാണത്തോട് താല്പര്യമില്ല. എനിക്ക് ലിവിങ് ടുഗദറാണ് ഇഷ്ടം. അങ്ങനെയാ? ഓക്കെ, എല്ലാം സെറ്റ്. ഓ മൈ ഗോഡ്, അവിടം വരെ ആയില്ലേ കാര്യങ്ങളൊക്കെ. ദേവുട്ടി, നിനക്കോ ഏതാണ് താല്പര്യം, കല്യാണമോ അല്ല ലിവിങ് ടുഗദറോ? ഏതായാലും എനിക്ക് മതി. എന്താ ചോദിച്ചേ നീ? ഒന്നുമില്ല, ചുമ്മാ വെറുതെ അറിഞ്ഞിരിക്കാല. എടാ വാവുന്ന, എന്നെ ഒന്ന് കൊണ്ടാക്ക്. അതാടി വന്നെ. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ട്. ഇല്ല. ഉണ്ടെന്നോ അതോ ഇല്ലാന്നോ? എടാ, എന്നെ ഒന്ന് വീട് വരെ ആക്കി തന്നാ മതി. നിനക്ക് ഒന്ന് എന്റെ കൂടെ വന്നൂടെ പ്ലീസ്? വേണമെങ്കിൽ. ശരിക്കും? ആന്ന് എഴുതി വരണ്ടേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. നീ പോരെ, എനിക്ക് കുഴപ്പമില്ല. ഋതു തകർക്കുന്നുണ്ടല്ലോ. പിന്നല്ലാതെ. വാ, എന്നാ നമുക്ക് പോവാം. വേഗം നോക്കിക്കണ്ട കാര്യമില്ല. അതോ വരണം. എടി, ഞാൻ വരുന്നു. ഇല്ല, ദേവുട്ടി വരുന്നില്ല. ഞാൻ അവളെ കൊണ്ടുപോവാം. അന്നാ നീ എൻ്റെ കൂടെ വന്നാൽ മതി. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് വിട്. അതിന് നീ ബൈക്കിനല്ലേ പോന്നെ, ഞാൻ അങ്ങനെ വരാനാ? വീട്ടുകാരെ അത്തിട്ടാണെങ്കിൽ പേടിക്കണ്ട. ഞാൻ വീടിന് മുന്നേ കുറച്ച് കയറ്റി നിർത്തിയാ പോരെ. ഋതു, എന്നാ ഞങ്ങള് പോയാ? വീട്ടിൻ്റെ അങ്ങോട്ട് കയറ്റി നിർത്തുന്നൊന്നും വേണ്ട കേട്ടോ. എൻ്റെ ചേട്ടൻ തേണ്ടി കണ്ട സീനാവും. ഋത്തികണ്ണല്ലേ? പുള്ളീനെയൊക്കെ എനിക്കറിയാം. ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്. ആഹാ, ഏട്ടനെയൊക്കെ അറിയോ? എങ്ങനെ അറിയുന്നേ? പുള്ളിനെ കോർട്ടില് കളിക്കാൻ വന്ന് പിന്നെ പരിചയമായതാ. അതുകൊണ്ട് കണ്ടാലും വല്ല സീനില്ലായിരിക്കും. അതെ, ഒട്ടും സീനുണ്ടാവില്ല. അന്നൊരു ദിവസം ആരോ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചെന്നും പറഞ്ഞ് അവൻ വീട്ടിലുണ്ടാക്കാത്ത പുകിലൊന്നും ഉണ്ടായിരുന്നില്ല.
പുള്ളി ഭയങ്കര കലിപ്പനാണല്ലേ? ആണോന്ന് അതിനെന്താണ്ട് പ്രാന്ത, വെറുതെ ഇരുന്ന് ഒരു ആവശ്യമില്ലാണ്ട് എന്നെ ഇരുന്ന് ചീത്ത പറയാ. നിന്റെ കൂടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. നിങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ ഋതു തന്നെയല്ലേ വിളിക്കുന്നത്? ഉം. അപ്പോ ഒരാളായിട്ട് വിളിക്കുമ്പോഴത്തേനും കൺഫ്യൂസ് ആവൂല, ആരാ വിളിച്ചതെന്ന് അറിയാൻ പറ്റാണ്ട്? മിക്കപ്പോഴും. പക്ഷേ എടാ ഋതു അല്ലെ എടി ഋതു അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്തേനും മനസ്സിലാവുള്ളൂ. ഓ അങ്ങനെ. ഋതിക അർജുൻ. എന്തുവാന്ന്? ഒന്നുമില്ല, ചുമ്മാ അറിഞ്ഞതാ. അല്ല, നിനക്കൊരു ചേച്ചിയില്ലേ? ആ, അതിനൊക്കെ കെട്ടിച്ചിട്ടിട്ട് 5-6 കൊല്ലമായി. ഞാൻ അതുവരെ നിന്റെ ചേച്ചിനെ കണ്ടിട്ടില്ല. അവര് വരാറുണ്ടോ? ആ, അവളും കൊച്ചും വരും. അളിയൻ വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ, ബിസിനസിന്റെ തിരക്കൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ആരും ഏട്ടനോടൊന്നും പോയി ചോദിച്ചേക്കരുതട്ടോ, അതിൻ്റെ നല്ല കിട്ടും നിനക്ക്. അതൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ വർത്തമാനം പറയുമ്പോൾ നിന്റെ കാര്യമൊക്കെ പറയാറുണ്ട്. കൂടുതലും മിണ്ടാൻ പോയി അവസാനം പിടിച്ചു കഴിഞ്ഞാൽ കാലൻ്റെ ഇന്ന് നല്ലത് കിട്ടും. നോവേ, ഞങ്ങൾ പഠീസ. അവസാനം വരെ ഇത് പറയണം കേട്ടോ. നീ എന്തിനാ പഠിക്കണേ? ഇത് നിന്റെ ലൈഫല്ലേ, നീയല്ലേ നിന്റെ ലൈഫിൽ ചോയ്സ് എടുക്കണ്ടേ, അല്ലാണ്ട് ഏട്ടനല്ലല്ലോ. അതൊക്കെ അങ്ങനെ തന്നെയാണ്, വീട്ടിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവൻ കുത്തിത്തിരിപ്പാണ്, അതാണ് പ്രശ്നം. എന്ത് ഞാൻ ചെയ്യാൻ പോലും ഇടക്കിട്ട് വയ്ക്കും. അതൊക്കെ വെറുതെ അടി. നിന്റെ കല്യാണം കഴിയുമ്പോഴത്തേനും നീ എന്തായാലും ഇതൊക്കെ മിസ് ചെയ്യും. മിസ് ചെയ്യാൻ അത് അവന്. ഇവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നെന്ന് പറഞ്ഞ് ഒരാഴ്ച അങ്ങ് മാറി നിന്ന്. അത്രയും ഞാൻ സന്തോഷിച്ച് വേറെ ദിവസം വേറെ ഇല്ല. അത്രയ്ക്ക് ഡാർക്കാ കാര്യങ്ങളൊക്കെ. നീയൊന്ന് എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്ന് നിന്ന് നോക്കുക, അന്നേരം നിനക്ക് അറിയാൻ പറ്റും എന്താ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന്. ഞങ്ങളുടെ അവിടെ ഇതൊക്കെ തന്നെയായിരുന്നു, ഭയങ്കര ഇടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2 വീട്ടിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നീ എന്തായാലും ഇതൊക്കെ മിസ് ചെയ്യും. ഏട്ടൻ നീ ഒരുപാട് മിസ് ചെയ്യും. ദാ ഇവിടെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഏട്ടൻ കാണും. അപ്പോൾ ഓക്കെ, ബൈ മൈ ഡാർലിംഗ്. ആ ശരിയാണ്, താങ്ക് യു. വെറും താങ്ക് യു മാത്രമേ ഉള്ളൂ മൈ ഡാർലിംഗ്? അത്രേ ഉള്ളൂ? ആ തന്നെ. അല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഉമ്മയെങ്കിലും തരാമായിരുന്നു. അയ്യോ, അത്രമാത്രം ഒന്നും എത്താൻ നമ്മളായിട്ടില്ല. വെറുതെ ആക്കാരെ കാണിക്കാനല്ലേ, ഇത്രയൊക്കെ മതി. അപ്പോൾ ഓക്കെ, പോട്ടെ ചേട്ടാ. പോടി പെണ്ണെ. നീ ഇന്ന് പോയില്ലേ? ഓഫീസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല, ഇങ്ങ് പോന്നു. അമ്മ എന്തിയെ? അകത്തങ്ങ് ഉണ്ടാവും, ഞാൻ കണ്ടില്ല. നീ പിന്നെ വീട്ടിലെ ആളല്ലല്ലോ, ഒന്നും അറിയാൻ പാടില്ലായിരിക്കുമല്ലോ. അല്ല, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അർജുൻ അറിയോ? ആ അറിയാലോ, എൻ്റെ ക്ലാസ്സിലല്ലേ. നീ അവൻ്റെ കൂടെയാണോ വന്നത്? അല്ല, ആലീസിൻ്റെ പിന്നെയും കൂടെ. ഋതു, ഈ കാര്യത്തിൽ നീ എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. അത് അർജുൻ്റെ കാറ് തന്നെ എൻ്റെ. എബിൻ്റെ കാറ് കേടായിപ്പോയി, അപ്പോൾ ആലീസിനെ കൊണ്ടാക്കാൻ അർജുൻ്റെ കാർ എടുത്തുകൊണ്ട് വന്നു. അന്നേരം എന്നെ ഇവിടെ ആക്കി വെച്ച് പോയതാ. അല്ല, കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നു? അയ്യോ, ഞാൻ മേടിക്കണമെന്ന് ഓർത്ത മറന്നു. തോന്നി എനിക്ക്, നീ എപ്പോഴും ഇങ്ങനെ തന്നെ. അവിടെ ഇരിപ്പുണ്ട്, പോയെടുത്തോ. എനിക്കറിയായിരുന്നു നീ മേടിക്കൂന്ന്. അല്ല, എൻ്റെ ഫോണിന് റീചാർജ് ചെയ്ത് തരുമോ? അച്ഛനോട് പറ. തെണ്ടി. എന്തുവാന്ന്? ഏയ് ഒന്നുമില്ല. എടാ ചേട്ടാ, നിനക്ക് ലൈനൊന്നും ഇല്ലേ? ഇല്ല. വളരെ മോശം, പെട്ടെന്ന് ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് വെച്ചോ. അതിന് ചുമ്മാ വെറുതെ തുറന്നതിൽ നോക്കി വെച്ചോ. ഞാനാരോടും പറയില്ല, കാരണം അത് എൻ്റെ ആവശ്യമാണ്. അച്ഛൻ വരട്ടേട്ടാ, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുവാടാ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് നീ വല്ലതും പറഞ്ഞൊന്നു ഞാൻ പറഞ്ഞാ? പോടെ പട്ടി. പട്ടി നിന്റെ തന്ത, പോയി കുളിക്കടി, നാറണ് ശവത്തിന്. ഓ, എൻ്റെ തന്ത പിന്നെ നിന്റെ ആരുമല്ലല്ലോ. നിന്നോട് പോയി കുളിക്കാനല്ല പറഞ്ഞേ, നീ അത് കിളക്കുമായിരുന്നു. എന്നാ വെറുതെ ഇരിക്കുന്നേ? അതിന് ഞാൻ പോയിട്ട് നിന്നെ പോലെ അവിടെ വെറുതെ ഇരിക്കുകയല്ല. പിന്നെ എന്താവാ തമ്പുരാട്ടിയുടെ മല മറിക്കണ പണി അവിടെ പോയിട്ട്? അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിന്റെ കാര്യം പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരാ വന്ന് അന്വേഷിക്കണ്ടേ? അച്ഛനും വേണ്ടല്ലോ, അവർ എൻ്റെ കാര്യം നോക്കുള്ളൂ. നീ ഒരുപാട് ഭരിക്കാനായിട്ട് വരണ്ട. ഋതു, നീ നിന്റെ നാക്കടക്കാൻ പഠിച്ചോ? ഇല്ലെങ്കിൽ പോടപ്പില്ലേ. ആഹാ, അന്ന് നീ ഇന്ന് പട്ടിണി കിടന്നാ മതി. ഞാൻ കൊണ്ടുവന്ന സാധനം മേലാ തിന്നു പോരുത് നീ. അമ്മ, അമ്മ. അതിനെന്തിനാണ് ഈ മകൻ നീ കരയണ? അതിന് ഞാനെന്തേലും പറഞ്ഞോ? മിണ്ടായിരിക്കും, പട്ടി നമ്മളെ കിടന്ന് മോങ്ങ. എന്താണ് അവിടെ? ഞാൻ വന്നു കഴിഞ്ഞാൽ 2നും കിട്ടും. എന്റെ പൊന്നമ്മ, ഞാനല്ലാതെ ഈ ശവ. ഞാൻ നിന്റെ അടുത്ത് പല തവണ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ കരയിപ്പിക്കാൻ നിൽക്കരുതെന്ന്. പിന്നെ ഒരു കൊച്ചു വന്നേണ്, കെട്ടിച്ചു വിടാൻ പ്രായം, വെറുതെ ഇരുന്ന് കള്ളക്കരച്ചില് കരയോ അമ്മ. പോന്ന് കെട്ടിക്കാറായിട്ടൊന്നുമില്ല. എന്റെ ദൈവം, ഇതിനൊക്കെ ഉണ്ടാക്കിയതിന് പറഞ്ഞാ മതി. ദേ കണ്ട അമ്മ, വെറും കള്ളത്തരം. കള്ളത്തരത്തിന് കൈയും കാലും വെച്ചത് ഇങ്ങനെ ഇരിക്കും. അമ്മ, ഏട്ടാ എനിക്ക് തിന്നാൻ തരില്ല എന്ന് പറഞ്ഞു. എന്തിനാടാ നീ കൊച്ചിനോട് കഴിക്കാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞേ?
അമ്മ അവളെന്നെ പുല്ലേന്ന് വിളിച്ചു. ഒരു ചേട്ടന്റെ മുഖത്തേക്ക് വിളിക്കാൻ പറ്റുന്ന കാര്യമാണ് അവള് വിളിച്ചത്. ഋതു അത് പിന്നെ അറിയാണ്ട് പോയെന്ന്. ആ മേലാൽ അവനെ അങ്ങനെയാണ് വിളിച്ചത്, നിനക്ക് നല്ലത് കിട്ടും. അങ്ങനെയാണ് ഒരെണ്ണം ആവശ്യമായിരുന്നു. പോടാ ചേട്ടാ, ഞാൻ നിന്നോട് മിണ്ടത്തില്ല. അതായിരിക്കും നല്ലത്, ഞങ്ങൾക്കെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാവത്തില്ലോ. എന്ത് ഇവിടെ ഇനി പതിയും കൂടി നിൽക്കണേ? പോടി കുളിക്കാൻ. നിന്നോടല്ലേ പറഞ്ഞേ പോവാൻ. ആ പോവും എന്നെ. ഇതാരാ ഇപ്പൊ? പരിചയമില്ലാത്ത നമ്പറാലോ. ഹലോ ഋതു. ഹലോ, ആരാ? എടി പൊട്ടി, ഞാനാ അർജുൻ. ആ, നീയായിരുന്നാ? അല്ല, നിനക്ക് അവിടെ നിന്ന് എന്നെ നമ്പർ കിട്ടിയേ? ഞാൻ എബിന്റെ മേടിച്ച്. അല്ല, മോനിപ്പോ എന്തിനാണ് വിളിച്ചത്? ചുമ്മാ വിളിച്ച. എന്ത്? എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ രാത്രി വിളിക്കാൻ പാടില്ലേ? അല്ല, ഒരാളെ നമ്മൾ വിളിക്കണേന്ന് എന്തിനും കാരണം ഉണ്ടാവല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ആ, നീ എന്താ എടുക്കുന്നത്? ഞാൻ കിടക്കാൻ പോയിരുന്നു. നീ ഇത്ര നേരത്തെ കിടക്കുവോ? അതേ സമയം 10:30 കഴിഞ്ഞു. എനിക്കിതൊക്കെ നേരത്തെയാണ്. ഞാൻ കിടക്കുമ്പോ 2 മണി 2:30 കഴിയും. അപ്പൊ നീ എപ്പ എണീക്കാനാ? സമയമാകുമ്പോ അമ്മ ഒന്ന് വിളിക്കും, അന്നേരം എനിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അല്ല, ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ? അയ്യ, അങ്ങനെ ഇപ്പൊ വേണ്ട. അല്ല, ആരെങ്കിലും അടുത്തുണ്ടോ? ഇല്ല, എന്താണ് മോന്റെ ഉദ്ദേശം? ഞാൻ അങ്ങോട്ട് വരട്ടെ? പോടാ, വേറെ പണി ഉണ്ടോ നോക്കുന്നേ. സോറി, ഞാൻ പുറത്തുണ്ട്. നിനക്കെന്തി തലയ്ക്ക് സുഖമില്ലേ? ഇത്തിരി സുഖക്കുറവുണ്ട്, മാറ്റി തരുമോ? നീ ജനലിന്റെ അടുത്തേക്ക് വാ. നീ എവിടെയും കാണാനില്ലല്ലോ. എടി പൊട്ടി, അത് തുറന്നിട്ടാണ് ജനലിന്റെ അടുത്തേക്ക് വരാനാ നിന്നോട് പറഞ്ഞത്. നീ ഏത് തുറന്നിട്ട ജനലിന്റെ കാര്യം പറയണേ? ഇവിടെ അങ്ങ് നിന്നെ കാണാനില്ല. ഞാൻ ജനലൊന്നും തുറന്നിട്ടിട്ടില്ല. പിന്നെ ഈ ജനലിന്റെ മറ്റോ വന്ന് തുറന്നിട്ടാണ്. ഇത് നോക്കടി, ഇവിടെ ഞാൻ. ഇല്ലടാ, നിന്നെ ഞാൻ കാണുന്നില്ല. എടി പൊട്ടി, ഞാൻ എവിടെയുണ്ട്? എന്താടാ? ഏട്ടൻ, ഋത്തിക്കേട്ടൻ. ആ ബെസ്റ്റ്. ഏട്ടന്റെ മുറിയിലെ ജനലിന്റെ കാര്യമായിരിക്കും നീ പറഞ്ഞത്. ഞാൻ പോവാട്ടെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എടി വെക്കല്ലേ പട്ടി വെച്ച്. ഡാ, നീ എന്താ ഈ നേരത്ത് ഇവിടെ? ഹാ, ഋത്തികേണ്ട, ഞാൻ ഏട്ടനെ കാണാൻ വന്നതാ. എന്തിനാവോ ഈ പാതിരാത്രി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അത് ഫോൺ ഏട്ട എന്തെന്നൊക്കെ പറയുന്നേ? നാളെ മാച്ചുണ്ട്, ഏട്ടൻ വരണം, അത് പറയാൻ വന്നതാ. അതിനാണോ നീ ഇത്രയും ദൂരം വന്നത്? എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാ പോരായിരുന്നോ? അതിന് ഏട്ടന്റെ നമ്പർ എൻ്റെ കയ്യിലായിരുന്നു, അതാ. ആ എബിനോട് ചോദിച്ചാ പോരായിരുന്നോ? എന്റെ നമ്പർ അവന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഓ, അത് മതിയായിരുന്നല്ലേ, ഞാൻ അതിന്റെ കാര്യം ഓർത്തില്ല കേട്ടോ. എന്താ ഏട്ടാ ഇവിടെ? ആ ഹായ് അർജുൻ, നീ എന്താ ഇവിടെ? ഹായ് ഋതിക, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ചേട്ടന്റെ അടുത്ത് വന്നതാ. അവളിവിടെ അല്ലാണ്ട് എവിടെ പോവാൻ? അല്ല, നീ ഇതുവരെ ഉറങ്ങില്ല വേണ്ടേ? ഇപ്പൊ കിടന്നുറങ്ങടി. നീ ഒന്ന് പാടാ, ഞാൻ എനിക്ക് തോന്നുമ്പോ കിടന്നുറങ്ങിക്കോളാം. ഋതു, നീ ഇവിടെ നിൽക്കേണ്ട കാര്യം ഇല്ലാത്തോണ്ടാ പറഞ്ഞത്, കേറിപ്പോ. ആ എന്താ ഏട്ടാ, ഞാൻ നിന്നാല്? നിന്നെ ബാധിക്കണ ഒരു കാര്യം പറയണില്ല ഇവിടെ, അതാ. എന്നോട് പറഞ്ഞില്ലെങ്കിൽ മറ്റേ കാര്യം അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അച്ഛനമ്മയ്ക്ക് എപ്പോഴാവോ ഈ കയ്യബദ്ധം പറ്റിയേ? എന്തുവാ ഏട്ടാ, എന്നോട് കൂടെ പറ. അച്ഛോ, എന്ത് ക്യൂട്ടാന്നേ ഋതിക. ഋതു, നിനക്ക് പുറം വഴി കിട്ടണ ഈ മര്യാദയ്ക്ക് പരിക്കാത്ത കയറി പൊക്കോ. എന്തുവാ ഏട്ടാ? ആ! അയ്യോ ചേട്ടാ, വേണ്ട, എന്തുവാ കാണിച്ചേ? ഇനി ഒരെണ്ണം നിനക്ക് വേണ്ടെങ്കിൽ പരിക്കാത്തൊരു പോ. വെറുതെ ഇരുന്ന് കള്ളത്തരം അഭിനയിച്ചിരിക്കണ്ട, കേറി പൊടി. കള്ളത്തരല്ല, എനിക്ക് ശരിക്കും വേനെടുത്ത്. വേന എടുത്തെങ്കിൽ നന്നായുള്ളൂ, കയ്യിലിരിപ്പിന്റെ അല്ലേ. നോക്കിക്കോളാം, ഞാൻ അത് അമ്മോട് പറഞ്ഞു കൊടുക്കും, നീ എന്നെ അടിച്ചാരും. ആ, നീ പോയി പറഞ്ഞു കൊടുക്ക്. നീ കോളേജിൽ കിടന്ന് കാണിച്ചു വിട്ടണ ഞാനിവിടെ പറയാം. എന്താണീ നോക്കിക്കൊണ്ടിരിക്കണേ? കേറി പൊടി. ആ എന്തിനാട്ടാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? ഞാൻ ഇവിടെ നിക്കുന്നില്ല, പൊക്കോളാം. പോരെ, ഉപദ്രവിക്കാണ്ടിരിക്കേ. നിന്നോട് കേറിപ്പോനെ എത്ര തവണ ഞാൻ പറഞ്ഞടി, എന്നിട്ടും അനുസരിക്കാത്തോണ്ടല്ലേ. അർജുനെ, നീ പൊക്കോ. ആ ഏട്ടാ, പോവാ. പിന്നെ അവളെ ഉപദ്രവിക്കില്ല കേട്ടോ. നിന്നോട് ഞാനിപ്പോ പോവാനാ പറഞ്ഞേ. ഇന്നലെ മുതൽ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. ഡാ അർജുനെ, നീ അവളെ ഏത് കാട്ടി കൊണ്ടാണ് ആക്കി വിട്ടത്? അത് അവള് വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖം വല്ലാണ്ടിരിക്കണേ. അത് എടി, ഇന്നലെ രാത്രി ഞാൻ എന്താടാ കാര്യം? അത് ഇന്നലെ രാത്രി ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായി. അവിടെ വെച്ച് അവളുടെ ചേട്ടൻ എന്നെ കണ്ടു. അപ്പൊ ഞാൻ ഋതുവിനോട് സംസാരിച്ചിരുന്നോണ്ട് അപ്പൊ അവള് വന്നൂന്നും പറഞ്ഞ പുതിരി അവക്ക് കൊടുത്തു ഏട്ടൻ. നല്ല വേന ഉണ്ടാവും, അമ്മാതിരി അടിയാ പുള്ളി അടിച്ചത്. അയ്യോ, എന്നിട്ട് അവള് കരഞ്ഞോ? ഒരുപാട് കരഞ്ഞു. നീ എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ നിന്നേ? നിങ്ങളുടെ കാര്യം വല്ല ആ പുള്ളി അറിഞ്ഞ അവളെ ജീവനോടെ വെച്ചേക്കത്തില്ല. ഋതു, വേഗം ഇറങ്ങുന്ന സമയം വൈകി, എനിക്ക് പോണം. നീ ഇതുവരെ എണീറ്റില്ലേ? ഈ കിടപ്പ് കടക്കാൻ പോണോ? ക്ലാസ്സിൽ പോകുന്നില്ലേ?
എന്താ ഇത്? എന്തു പറ്റി? ഉം, ഒന്നുമില്ല, എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല. നീ ഇങ്ങ് വന്നേ, വേഷം കെട്ടാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. ഇന്നലെ അടിച്ചത് ഒരുപാട് വേദനിച്ചോ? എന്തേലും ആ വാ തുറന്നൊന്ന് മൊഴിയാവോ? ഇന്നലെ അവൻ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ നിന്നെ തല്ലിയത്, അല്ലാണ്ട് വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ല. ഇനി അണ്ണാക്കിലല്ലോ കോലിട്ട് അളക്കണോ? നേരമില്ലാതെ നേരത്തെ പെണ്ണിന്റെ വേഷം കെട്ട്.